ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ സിംപ്ലക്സ് മെത്തേഡ് എന്താണെന്നുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. ഇനി അതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട്, അതാണ് പറയുന്നത്. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലോട്ട് കടക്കാം. ഞാൻ ജസ്റ്റ് സ്റ്റെപ്പുകളും പറഞ്ഞിരുന്നു, എങ്ങനെയൊക്കെയാണ് ഒരു സിംപ്ലക്സ് മെത്തേഡ് സോൾവ് ചെയ്യുമ്പോഴുള്ള പ്രധാന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് പറഞ്ഞിരുന്നു. ഇനി ഇതിൽ സ്ലാക്ക് വേരിയബിൾ മാത്രമാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. സ്ലാക്ക് മാത്രമല്ല, സ്ലാക്ക് വേരിയബിളുണ്ട്, സർപ്ലസ് വേരിയബിളുണ്ട്, ആർട്ടിഫിഷ്യൽ വേരിയബിളൊക്കെ ഉണ്ട്. ആർട്ടിഫിഷ്യൽ വേരിയബിൾ നമ്മളോട് പറയുന്നില്ല, സ്ലാക്കും സർപ്ലസേ പറയുന്നുള്ളൂ. സ്ലാക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, എങ്കിൽ കൂടെ ഒന്നും കൂടി പറയാം. സിംപ്ലക്സ് മെത്തേഡ്. വെൻ ഡിസിഷൻ വേരിയബിൾസ് ആർ മോർ ദാൻ 2 വി ആൾവേസ് യൂസ് സിംപ്ലക്സ് മെത്തേഡ്. ഡിസിഷൻ വേരിയബിൾസ് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ, വേരിയബിൾസ് ഒന്നിൽ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് സിംപ്ലക്സ് മെത്തേഡ് ഉപയോഗിക്കാം, ആ വേരിയബിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. രണ്ട് തരത്തിലുള്ള വേരിയബിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് സ്ലാക്ക് വേരിയബിളും സർപ്ലസ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഉണ്ട്, അത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു പറയുന്നില്ല. സ്ലാക്കും സർപ്ലസും. സ്ലാക്ക് നിങ്ങൾക്ക് പരിചിതമാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. സ്ലാക്ക് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്സിമൈസേഷൻ മെത്തേഡിൽ കൺസ്ട്രെയിൻസ് മാക്സിമം സെഡ് എന്ന് വരികയാണെങ്കിൽ കൺസ്ട്രെയിൻസ് മിനിമം ആയിരിക്കും. അതായത് എന്തായിരിക്കും, ഒന്ന് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ മറ്റത് ലെസ് ദാൻ എന്നുള്ള രൂപത്തിലാണ് വരിക. സ്ലാക്ക് വേരിയബിൾസ് ആഡഡ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻറ്റ് ടു കൺവേർട്ട് ഇൻ ടു ആൻ ഇക്വേഷൻ. അപ്പോൾ ഈ സ്ലാക്ക് വേരിയബിൾ യൂസ് ചെയ്യുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള കൺസ്ട്രെയിൻസിനെ ഈക്വൽ ആക്കി മാറ്റാനാണ് സ്ലാക്ക് വേരിയബിൾ യൂസ് ചെയ്യുന്നത്. അതേസമയം സർപ്ലസ് വേരിയബിൾ യൂസ് ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതിനെ ഈക്വൽ ടു ആക്കാൻ വേണ്ടിയിട്ടാണ് സർപ്ലസ് വേരിയബിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞതിൽ കാണിച്ചിരിക്കുന്ന ഗ്രേറ്റർ ദാൻ എന്നുള്ളതിന് ഡയറക്റ്റ് നമുക്കിപ്പോൾ ഒരു x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നുള്ള ഡയറക്റ്റ് ഈക്വൽ ടു എന്ന് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, x1 പ്ലസ് x2 പ്ലസ് S1. ഈ S1 ആണ് ഈ സർപ്ലസ് വേരിയബിൾ. ഏതോ ഒരു S1 കൂടി കൂട്ടുമ്പോഴാണ് 2 കിട്ടുന്നത്. ഓക്കെ, കറക്റ്റാണ്. കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കറിയാം ഈ ഒരു സൈഡ് 2വിനേക്കാളും കുറഞ്ഞിട്ടാണ് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ എന്തോ ഒരു വേരിയബിളും കൂടി ആഡ് ചെയ്യുമ്പോൾ മാത്രമേ ആ 2 കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു വേരിയബിളിനെയാണ് നമ്മൾ സ്ലാക്ക് വേരിയബിളായിട്ട് ഇവിടെ കൺസിഡർ ചെയ്ത് അതിന് S1 എന്ന് കൊടുക്കും. കാരണം ഒരു ഇക്വേഷനല്ല ഉണ്ടാവുക, അതുകൊണ്ടാണ് ഒന്ന് S1 കൊടുക്കുന്നത്. അപ്പോൾ അടുത്തന്നെ S2 എന്ന് കൊടുക്കുക, എത്രത്തോളം വരുന്നോ അത്രയും കൊടുക്കുക. അതാണ് സ്ലാക്ക് വേരിയബിൾ. നിങ്ങൾക്ക് ഡെഫിനിഷനും കൂടി നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന കരുതുന്നു. വാരിയബിൾ ആഡഡ് ടു എ കൺസ്ട്രെയിൻറ്റ് ടു കൺവേർട്ട് ഇൻ ടു ആൻ ഇക്വേഷൻ ഈക്വൽ ടു എ സ്ലാക്ക് വേരിയബിൾ റെപ്രസെൻറ്റ് അൺയൂസ്ഡ് റിസോഴ്സസ്. എ സ്ലാക്ക് വേരിയബിൾ കോൺട്രിബ്യൂട്ട്സ് നത്തിങ് ടു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വാല്യൂ. അപ്പോൾ സ്ലാക്ക് വേരിയബിൾ യൂസ് ചെയ്യുന്ന ഒന്നാമത്തെ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ളൊരു വേരിയബിളായിട്ടാണ് സ്ലാക്ക് വേരിയബിൾ യൂസ് ചെയ്യുന്നത്. സർപ്ലസും സെയിം തന്നെയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിനെ ഈക്വൽ ടു ആക്കി മാറ്റാൻ. അപ്പോൾ നോക്കൂ, ഇതേ ഒരു പ്രോബ്ലം തന്നെയാണ്. x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇങ്ങനെ പറഞ്ഞാൽ അർത്ഥം നമുക്കറിയാം, എപ്പോഴും ഇവിടെയാണ് കൂടുതലാവുക. 2 എന്നുള്ളതിനേക്കാളും വലുതാണ് x1 പ്ലസ് x2. അതുകൊണ്ട് തന്നെ പ്ലസ് S1 എന്ന് എഴുതിയാൽ അത് ലോജിക്കല്ല. കാരണം എന്താണ്, ഈ S1 പ്ലസ് x2 നിന്നും എന്തോ മൈനസ് ചെയ്താലേ 2 കിട്ടുള്ളൂ. കാരണം നമുക്കറിയാം ഈ ഭാഗമാണ് കൂടുതൽ. ഇത് 2 എന്ന് പറയുന്നത് അതിനേക്കാൾ ചെറുതാണ്. അപ്പോൾ ഈ 2 കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ S1 പ്ലസ് x2 എന്തോ മൈനസ് ചെയ്താലാണ് കിട്ടുക. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു കേസുകളിൽ നമ്മൾ ചെയ്യാറ് S1 പ്ലസ് x2 മൈനസ് S1 ഈക്വൽ ടു 2 എന്നാണ് എഴുതുക. അതാണ് അവിടെ ഉള്ള ലോജിക്ക്. കാരണം എന്തോ മൈനസ് ചെയ്താലാണ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അങ്ങനെയാണ് മൈനസ് ആണ് വരിക. അത്തരം ഈ വാല്യൂവിനെ പറഞ്ഞ പേരാണ് സർപ്ലസ് വേരിയബിൾ. അവിടെ പ്ലസ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത് സ്ലാക്ക് വേരിയബിൾ ആണെങ്കിൽ ഇവിടെ സർപ്ലസ് വേരിയബിൾ എന്ന് പറയുന്നത് മൈനസ് എന്നാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതും ഇതിൽ തന്നെ S1 S2 അങ്ങനെ എത്ര വേണമെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ അതിൽ സ്ലാക്ക് വേരിയബിളാണ് നമ്മൾ യൂസ് ചെയ്യുക. മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ അതിൽ സർപ്ലസ് വേരിയബിളാണ് യൂസ് ചെയ്യുക. അതായത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒറ്റ കാര്യമുള്ളൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരികയാണെങ്കിൽ അവിടെ സ്ലാക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള വരികയാണെങ്കിൽ സർപ്ലസ്. കാരണം ഒന്നിൽ തന്നെ കൺസ്ട്രെയിൻസ് ലെസ് ദാനും ഗ്രേറ്റർ ദാനും വരാം. അതുകൊണ്ടാണ് അങ്ങനെ
പറയുന്നത്. ഒറ്റയടിക്ക് സ്ലാക്ക് വേരിയബിൾ അല്ലെങ്കിൽ സർപ്ലസ് വേരിയബിൾ എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ വരുമ്പോൾ മാക്സിമൈസേഷൻ സെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു തരും, സബ്ജക്റ്റ് ടു എന്ന് പറഞ്ഞിട്ട് കുറേ കൺസ്ട്രെയിൻസ് തരും. അപ്പോൾ ഈ സബ്ജക്റ്റ് പറഞ്ഞ കൺസ്ട്രെയിൻസ് മാക്സിമൈസേഷൻ ആണെങ്കിൽ കൺസ്ട്രെയിൻസ് എപ്പോഴും ലെസ് ദാൻ ആയിട്ടാണ് കാണാറ്, അല്ലെങ്കിൽ നമ്മളതിലേക്ക് മാറ്റാൻ ശ്രമിക്കണം. അതേസമയം മിനിമൈസേഷൻ സെറ്റ് എന്ന് പറയുകയാണെങ്കിൽ മിനിമൈസേഷൻ സെറ്റ് ഈക്വൽ ടു കൺസ്ട്രെയിൻസ് സബ്ജക്റ്റ് ടു ഓർ കൺസ്ട്രെയിൻസ് വരികയാണെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ ആണ് വരാറ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു പ്രോബ്ലം കൂടി ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സിമ്പിളാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്, മനസ്സിലാവുകയും ചെയ്യും. ഇതിലുമുണ്ട് നമ്മൾ കഴിഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ പറഞ്ഞ മാതിരി ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ, സെയിം ഡെഫിനിഷൻ തന്നെയാണ്, ഞാൻ വീഡിയോ പറയേണ്ട ആവശ്യമില്ല. ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്താണ്, ബേസിക് സൊല്യൂഷൻ എന്താണ്, ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്താണ്, അതിൽ ഡീജനറേറ്റ് എന്താണ്, നോൺ ഡീജനറേറ്റ് എന്താണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഒന്നുകൂടി പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണില്ല. അത് നിങ്ങൾ മുന്നത്ത് തന്നെയാണ് നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ അത് തന്നെ അതേപോലെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. ഇത്രയും പറയുന്നുള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യാം.